ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ചപ്പാത്തി കേസും ദോശ കേസും ഒന്നും അല്ലാത്ത കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉള്ള രണ്ട് വിഷയങ്ങളാണ് ഇത്തവണ ലാലേട്ടൻ സംസാരിക്കുന്നത്. ഒന്നാമത്തത് ആദില നൂറയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറഞ്ഞത്. രണ്ടാമത്തത് ഒനിയിൽ റോങ് ഇന്റൻഷനോടെ മസ്താനിയെ കയറി പിടിച്ചു എന്ന് ലക്ഷ്മി പറഞ്ഞ കേസ്. ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിച്ചത് ലക്ഷ്മിയും അക്ബറും തമ്മിലുള്ള വഴക്കിനിടയിൽ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആദിലെ നൂറയൊക്കെ അക്ബർ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നു എന്നുള്ളൊരു പരാമർശം വന്നതിനെ പറ്റിയാണ്. ആദിലെ നൂറേനെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് ഇവരാണോ തീരുമാനിക്കുന്നത്? ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ കയറ്റേണ്ട കാര്യമില്ല, ലാലേട്ടന്റെ വീട്ടിൽ അവരെ കയറ്റുമെന്ന്. ഈ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഈ ലോകം മുഴുവൻ മാറി ചിന്തിക്കുകയാണ്. മാറാത്ത അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരും കൂടെ മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്ന ഒരാളാണ് ലക്ഷ്മി. ഇന്ന് ആര്യം പറഞ്ഞിരുന്നു, എല്ലാവരോടും എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ബേസിക്കലി അത് തന്നെയാണ് ഈ ഒരു കാര്യം ലക്ഷ്മി പറയുന്ന സമയത്ത്. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷെ അവിടെ വഴക്ക് നടന്നിരുന്നത് വേറൊരു കാര്യത്തിന്റെ പേരിലായതുകൊണ്ട് ഇതിലേക്ക് ആരുടെയും ഫോക്കസ് പോയില്ല. ലാലേട്ടൻ ഇന്ന് ലക്ഷ്മിയോട് ചോദിച്ചിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇവരെല്ലാവരും ഇത് ശരിക്കൊന്ന് കേൾക്കുന്നത്. പിന്നെ ഈ ലക്ഷ്മിയും മസ്താനിയൊക്കെ പറയുന്നത് ഇവർ ഈ ലെസ്ബിയൻ കപ്പിൾ റിലേഷൻഷിപ്പിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ലെന്നാണ്. ഇവർ യോജിച്ചാലും ഇല്ലേലും മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതും അവരുടെ ജീവിതത്തിലൊന്നും ഇവരിടപെടേണ്ട യാതൊരു കാര്യമില്ല. ഇവരുടെ യോജിപ്പ് കിട്ടിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. ഇതുപോലുള്ള എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ അവരെ ഇതിനകത്തേക്ക് വലിച്ചിട്ടിട്ട് ഇവരാളാവാൻ നോക്കുന്നത് എന്തിനാണ്? ഈ ലക്ഷ്മി പറഞ്ഞല്ലോ, ഈ ആദിലെ നൂറേനെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന്. ഈ ശരിക്കും ഇങ്ങനെ പറഞ്ഞു കിടക്കുന്ന ഈ ലക്ഷ്മി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വീട്ടിൽ കയറ്റു? ഇവർ UK-ലും അമേരിക്കയിലും ഒക്കെ പോയിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ കുഗ്രാമത്തിലുള്ള ആളുകൾ പോലും ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് എതിരെയാണ് ഇവരുടെ ചിന്തകൾ. ഇതിനിടയിൽ ഇവരുടെ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു കാര്യം പറഞ്ഞു. അക്ബറിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചപ്പോൾ ആദിലയോടൊന്നും കൂട്ടുകൂടണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അത്ര. ശരിക്കും ഈ ഒരു കാര്യം അകത്തും പുറത്തും ഒക്കെ ചർച്ചയിൽ വന്നതാണ്. ഇങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ എനിക്ക് അക്ബറിന്റെ ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിട്ട് ഒരു രീതിയിലും മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ആദിലെ നൂറയ ഹൗസിൽ സംസാരിച്ചിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറെ വീഡിയോസ് വന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യം കാണാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ലാലേട്ടൻ ഇന്ന് കൃത്യമായിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു, നിങ്ങളത് കേട്ടോ എന്ന് ചോദിച്ചു. ലക്ഷ്മി പറഞ്ഞ ഇല്ലെന്നാണ്. ലാലേട്ടൻ പറഞ്ഞു, ഞങ്ങളത് കേട്ടിട്ടില്ല, ഞങ്ങൾ കേൾക്കാത്തത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കേട്ടതെന്ന് ചോദിച്ചു. എനിവേ ലക്ഷ്മി അക്ബറിന്റെ ഈ ഒരു കാര്യം ഇതിന്റെ ഇടയിലേക്ക് ചേർക്കാൻ നോക്കിയത് നൈസായിട്ട് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തു. പിന്നെ ഒരു 3 പേരുടെ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തത് അഭിലാഷിന്റെ കാര്യമാണ്. അഭിലാഷിന്റെ അടുത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഇപ്പൊ ചോദിച്ചപ്പോൾ അവർ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്ന് അഭിലാഷ് പറഞ്ഞു. ഇനി ഇത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം അഭിലാഷിന് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണല്ലോ അഭിലാഷ് അത് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത്. ഈ അഭിലാഷിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാര്യം നോമിനേഷനിലൂടെയോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്ന രീതിയിലോ പ്രേക്ഷകരിലേക്കും അവിടെ ഉള്ളവരിലേക്കും എത്തിക്കാമായിരുന്നു. പക്ഷെ അഭിലാഷ് അത് ചെയ്തില്ല. അഭിലാഷ് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇവരുടെ കൂടെയല്ലേ, ചെയ്യില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇതെല്ലാം ക്യാമറയിൽ വന്നിട്ടുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് അഭിലാഷ് ഇത് പറഞ്ഞത്. പിന്നെ പ്രവീണിന്റെ കാര്യം, അയാൾ ഇപ്പൊ പ്ലേറ്റ് മറിച്ചാണെന്നാണ് മസ്താനിയും ലക്ഷ്മിയും പറയുന്നത്. ഒരു സംശയം വേണ്ട, പുള്ളി അവരുടെ കൂട്ടത്തിലായിരുന്നു. പുള്ളി കഴിഞ്ഞ പ്രാവശ്യം ആ കെട്ടിലേ കിടന്നാണ് ഈ കെട്ടിലേ കിടന്നാണെന്ന് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞൊന്ന് ക്ലാരിഫൈ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പ്രവീണിനൊക്കെ പറ്റുമെങ്കിൽ അങ്ങ് പറഞ്ഞു വിട്ടേക്കാരെന്നും തോന്നിപ്പോവുക. അതുപോലെ അനുമോള് മസ്താനിയുടെ വാക്കുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണല്ലോ, അങ്ങനെ ഒരാളാണല്ലോ. അനുമോൾ ഈ മസ്താനിയുടെ ഒക്കെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് പുതിയ ഫ്രണ്ട്ഷിപ്പും പുതിയ ആളുകളെയൊക്കെ തേടി പോകുന്ന ഒരാളാണല്ലോ. അനുമോൾ ഏതായാലും ഇവരുടെ ചിന്തകളോട് യോജിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ ആദില പല പ്രാവശ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റിയെ പറ്റി അനുമോൾക്ക് എന്താണ് പറയാനുള്ളത്, അതിനെപ്പറ്റി എന്താണ് അറിയാവുന്നതെന്നൊക്കെ അനുമോളോട് ചോദിച്ചപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ച് പറയില്ല എന്ന് പറയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ലാലേട്ടൻ പറഞ്ഞ പോലെ അനുമോൾക്ക് അത് അറിയില്ലായിരിക്കും. അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയാൻ ഒരു മടിയും കാണിക്കണ്ട. അപ്പൊ അനുമോൾക്ക് അത് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ പറഞ്ഞു തരുമായിരിക്കും. ഇനിയിപ്പോൾ അറിയാത്തതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ ഉള്ളിലുള്ളത്, ഇതൊരു ഷോ ആയതുകൊണ്ട് പറയാത്തതാണോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അടുത്ത ദിവസം ലക്ഷ്മിയുടെ രണ്ടാമത്തെ കേസ് ലാലേട്ടൻ ചർച്ചയ്ക്ക് എടുക്കും. ഒനിയിൽ റോങ് ആയിട്ടുള്ള ഇന്റൻഷനോടെ മസ്താനിയെ കയറി പിടിച്ചു എന്ന് ലക്ഷ്മി പറഞ്ഞ കേസ്. ആ ഒരു കാര്യത്തിൽ അപ്പോളജി ആയിട്ട് ലക്ഷ്മി ഒനിലിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അപ്പോളജി എന്തായാലും ഒനിയിൽ ആ സമയത്ത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പുതിയ പ്രൊമോയിൽ ആ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട്. ലക്ഷ്മി എല്ലാ പുരുഷന്മാരോടും സോറി പറയണം എന്നുള്ള രീതിയിലാണ് ഒനിയിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്മി അതിനകത്ത് സോറി പറയാനുള്ള സാധ്യത ഉണ്ട്. ഇനി പുരുഷന്മാരോടെന്നുള്ള വാക്കൊക്കെ അവിടെ വന്നതുകൊണ്ട് വല്ല ഈഗോ അടിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന പകല് മുഴുവൻ ലക്ഷ്മി ആ ഹൗസിലുള്ള ഓരോരുത്തരെയും വിളിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യം തെറ്റുപറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ജെനുവിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സോറി പറഞ്ഞേക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. ബാക്കിയുള്ള വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.